ശ്രീ ശ്യാംരാജ്, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഒന്ന് ഹൈക്കോടതിയാണ് അന്വേഷണ സംഘത്തെ, ഏജൻസിയെ തീരുമാനിച്ചത്, രൂപീകരിച്ചത്, അംഗങ്ങളെ നിർദ്ദേശിച്ചത്, മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അവർ സീൽഡ് കവറിൽ കൃത്യമായും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വാങ്ങുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാറും അവർ രണ്ടുപേരും വളരെ ഇന്റഗ്രിറ്റിയുള്ള ജഡ്ജിമാരാണ്. അവർ കൃത്യമായി ഈ അന്വേഷണം വിലയിരുത്തി ഓരോ ചുവടും എന്താണ് എന്ന് അവലോകനം ചെയ്യുന്നുണ്ട്. ഇതുവരെയും മേൽനോട്ടം വഹിക്കുന്ന ഈ ദേവസ്വം ബെഞ്ചിന് അന്വേഷണത്തെക്കുറിച്ചോ അന്വേഷണ സംഘത്തെക്കുറിച്ചോ ഒരു അഭിപ്രായമില്ല. അവരത് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷണത്തിന് കൂടുതൽ സമയം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്വേഷണം സ്തംഭിച്ചു, അല്ലെങ്കിൽ അന്വേഷണം ശരിയായ വിധത്തിൽ പോകുന്നില്ല എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ വസ്തുതാപരമായി ഫാക്ട്സ് ഉണ്ട്. അഭിലാഷിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഇന്നിപ്പോൾ നിയമസഭയിൽ ഇവർ തമ്മിലുള്ള ഈ തർക്കവും തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ കൊള്ള മുതൽ പകുത്തെടുക്കുമ്പോൾ കൊള്ള സംഘങ്ങൾ തമ്മിൽ തല്ലുന്ന പോലെയാണ്. ഇതിൽ LDFനോ കോൺഗ്രസ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കൊള്ളക്കാരുടെ നേതാവ് ആദ്യമായിട്ട് വരുന്നത് 2014 എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിനുശേഷം ഈ പറയുന്ന 2019 ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പത്മകുമാർ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നു. അതിന് തൊട്ടു മുമ്പ് അതിനുശേഷമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ 1.5 കോടിയുടെ പാത്രങ്ങൾ വാങ്ങിയെന്നും പറഞ്ഞിട്ട് അവിടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇപ്പോഴും വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നേ. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയും. എന്നിട്ട് എന്താ ചെയ്തേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞ് അകത്ത് കടക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കൂടി ആർക്കൊക്കെയോ വീടുകൾ കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. ഇതേ സമയത്ത് മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? കെ കരുണാകരന് ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കും കാണാൻ വേണ്ടിയിട്ട് അവരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ശ്രീമതി സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയാണ് അകത്ത് കടക്കുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് SPG പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയൊക്കെ എടുത്താലും രണ്ടു കൂട്ടർക്കും പങ്കുണ്ട്. ദേവസ്വം ഭരിച്ചതാരൊക്കെയാണ്? ഇത് ഈ കേരളത്തിൽ ദേവസ്വം ബോർഡ് രൂപീകരണമായതിനു ശേഷം എണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ, വർഷങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം പകുതിയോളം ഈ കോൺഗ്രസ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിലാണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്തതിൽ, ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാതിരിക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും പങ്കുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നിലവിൽ കുറച്ച് അഭിലാഷ് ചോദിച്ചു പോലെ ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഈ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇത് ഈ തൊണ്ടി മുതൽ എവിടെ പോയി? എങ്ങോട്ട് പോയി? ആര് കൊണ്ടുപോയി? എങ്ങനെ കൊണ്ടുപോയി? ഇതിപ്പോ നാളെ നീള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവല്ലാതെ ഇതിനെന്താണെന്ന് ഇതിന്റെ ജനങ്ങൾക്ക് മുമ്പിൽ ശബരിമലയിൽ ഇതാണ് സംഭവിച്ചത്, ശബരിമലയിൽ നിന്നുള്ള സ്വർണം ഇങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ ഇവിടെയാണ് ഉള്ളത് എന്ന് പറയാൻ ഇതുവരെ അന്വേഷണ ഏജൻസി കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഒറ്റ കാര്യം കൂടി, മറുവശത്ത് ഇവിടെ VD സതീശൻ പറഞ്ഞ എന്താണ്? ഏതോ 2 പ്രധാനപ്പെട്ടിട്ടുള്ള IPS ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. എവിടെ? ആ IPS ഉദ്യോഗസ്ഥരുടെ പേരെവിടെ? ഇത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിൽ ഇതിനകത്ത് കോംപ്രമൈസ് ആയിട്ടുണ്ടാവാം. ഒരു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം പറയുമ്പോൾ ആ ആളുകളുടെ പേര് പറയാൻ വേണ്ടി തയ്യാറാവണമെന്നേ. രമേശ് ചെന്നിത്തലയുടെ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അദ്ദേഹം പറഞ്ഞെന്താണ്? കേരളം ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു. ഓർമ്മയുണ്ടോ? പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പാണ്. എന്നിട്ട് എന്നാ വെളിപ്പെടുത്തൽ നടത്തിയത്? എന്നാണ് വ്യവസായിയെ ചോദ്യം ചെയ്തത്? അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഈ കൊള്ള സംഘങ്ങൾ ഈ കൊള്ള മുതൽ പകുത്തെടുക്കാനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഒരു ലാസ്റ്റ് കാര്യം, ഇതിനകത്ത് അന്വേഷണത്തിൽ ഇതുവരെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ജനങ്ങളോട് പറയാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് സർക്കാരല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനൊന്നും പറ്റില്ല. ജയിലിൽ കിടക്കുന്ന ഇവരുടെ നേതാക്കന്മാരാണ്. പത്മകുമാർ ആയാലും വാസു ആണെങ്കിലും പോറ്റി വരെ ഇവരുടെ നേതാവാകാം. പക്ഷെ പോറ്റി വഴി എല്ലാവരും ഒഫീഷ്യലായിട്ട് ഇവരുടെ നേതാക്കന്മാരാണ്. അപ്പൊ അതൊന്നും വിളിച്ചോണം ഇവരെ കൊണ്ട് പറ്റും.